ഹലോ ഹലോ തലേ ഒരു പ്രശ്നമുണ്ട്. എന്തു പറ്റി? സഞ്ജു അടിച്ചില്ലേ? സഞ്ജു മാത്രമല്ല, ആരും വലുതായിട്ടൊന്നും അടിച്ചില്ല. സ്കോർ എത്ര? 127 ഓൾ ഔട്ട്. ഓ ഷിറ്റ്, പ്രശ്നമാണ്. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ തല എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? ഇന്തമാതിരി നേരങ്ങളിൽ ഞാൻ അടിക്കടി എടുക്കുന്ന ഒരു വജ്രായുധം ഉണ്ട്. ആണോ? എന്നാ പെട്ടെന്ന് പറ. ഓ രക്ഷപ്പെട്ട്, അതെടുക്കാം. ഇല്ല അതിപ്പോ എടുക്കാൻ പറ്റൂല. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വാശി കാണിക്കാതെ പറഞ്ഞ ആ വജ്രായുധം ഇപ്പൊ അവന്മാരുടെ ടീമില്ല. ജഡേജ ബെസ്റ്റ്. എന്നാ കേട്ടോ, ആ വജ്രായുധം അവന്മാര് നമുക്കെതിരെ എടുത്ത് 2 വിക്കറ്റും എടുത്ത്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഉള്ള ആയുധങ്ങളൊക്കെ വെച്ചൊന്ന് പയറ്റി നോക്ക്. ചെറുക്ക, പ്രായത്തിനനുസരിച്ച് കളിക്കാൻ പഠിക്കും. പ്രായത്തിനനുസരിച്ച് കളിച്ചോളണ. 15 വയസ്സ് 15 ബോളി 50. അതല്ലടാ മോനെ, എല്ലാ ബോളും അടിച്ചു കളിക്കേണ്ട കാര്യമില്ല. ചിലതൊക്കെ കൊട്ടിയും കളിക്കാം. അണ്ണനല്ലേ എന്നെ ബോൾ വരുമ്പോൾ വലിച്ചടിക്കാൻ പഠിപ്പിച്ചത്. എന്നിട്ടിപ്പോ അതിൽ ഞാൻ ഒന്ന് ഖേദിക്കുന്നു. മാത്രമല്ല, ഞാനിപ്പോ എല്ലാ ബോളും വലിച്ചടിക്കലും നിർത്തി. എന്താണ്? അതൊക്കെ നിനക്ക് ഇന്ത്യൻ ടീമിൽ എത്തുമ്പോൾ മനസ്സിലായിക്കോളും. ചെന്നാടി. പരാഗേ, നീ രണ്ടാമത്തെ ഒരു ബർഗർ തരാന്ന് പറഞ്ഞത് ഇതായിരുന്നല്ലടാ. പിന്നെ നിങ്ങളെന്ത് വിചാരിച്ച് KFC പാർസൽ കൊണ്ട് തരുന്ന? രണ്ടാമത്തെ ഓവറൊക്കെ ബുദ്ധിപരമായ സന്ദീപ് ശർമ്മയൊക്കെ കൊണ്ട് എറിയിപ്പിക്കണ്ടേ? അയ്യടാ, അങ്ങേരുടെ ബോളൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടാവെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനൊരു ടാക്ടീസ് എടുത്തത്. ഈ ബുദ്ധിയൊക്കെ എവിടെ നിന്ന് കിട്ടി? ഓർമ്മയില്ലേ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജോസ് അണ്ണനെ ഔട്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പാളിപ്പോയ പ്ലാനില്ലേ? അതല്ലേ ഞാൻ ഇപ്പൊ നിങ്ങൾക്കെതിരെ എടുത്തത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഇപ്പോഴാണ് ആ പാട്ടിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. അതേത് പാട്ട്? ആ പാട്ട് നിനക്കറിയാൻ ചാൻസ് ഇല്ല. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ